എടാ മക്കളെ, നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഏറ്റവും അധികം ഡൗട്ട് വരുന്ന സെഷൻ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഏറ്റവും അധികം ഡൗട്ട്. നമ്മൾ ആംഗിൾസ് എന്ന് ടീച്ചർ പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി ചില ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു സെഷൻ മലയാളത്തിൽ പറഞ്ഞാൽ കോണളവ്. ഒന്നുകൂടെ പറയാം. ആംഗിൾസ് അഥവാ കോണളവിനെ പറ്റി നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളതും, ഇപ്പോ ഉള്ളതും, ഇനി വരാനിരിക്കുന്നതും അങ്ങനെ കുറെ ഡൗട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാരിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പെയ്യെ നമ്മുടെ ക്ലാസ്സിന്റെ സെഷനിലേക്ക് കടക്കാം. ആംഗിൾസ്. ഞാനൊരു 2 സെക്കൻഡ് ടൈം നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് ആലോചിക്ക്. എന്ത് ആംഗിൾ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരുന്നത്? ഒരു വലിയൊരു കമ്പോ? അതോ വലിയൊരു നീളമുള്ള ഒരു വടിയോ? ചില ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു വടി ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നതൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു സാധനത്തിനെയാണ് ടീച്ചർ നമ്മൾക്ക് എന്ത് പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്? ആംഗിൾസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. ഇതിനെപ്പറ്റി ഇതിനെ പഠിച്ചു തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിക്കോ. ഇതാണ്. ഞാൻ ആദ്യം വെറുതെ ഒരു വര ഇടാൻ പോവാ. വെറുതെ ഒരു വര. ഒരു ലൈൻ. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ ഒരു ലൈനും കൂടെ അങ്ങോട്ട് പിടിച്ചു. വേണ്ടേ ഒരു ലൈനും കൂടെ ഇട്ടു. ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്? രണ്ടേ രണ്ട് ലൈൻ. രണ്ടാമത്തെ ലൈൻ എവിടുന്നാ തുടങ്ങി? ആദ്യം ഇട്ട ലൈനിന്റെ എൻഡിൽ നിന്ന്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ സൗകര്യമില്ല. എടോ താൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ ദേ നോക്കിക്കേ, ഞാൻ വേറൊരു ലൈൻ ഇടാൻ പോവാണ്. എടാ, ഒരു ലൈൻ വെറുതെ ഇട്ടു. ഒരു ലൈൻ അതിനെ ക്രോസ് ചെയ്തിട്ടു. അങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട്. രണ്ട് രീതിയിലും. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളുക. എടാ പിള്ളേരെ, ദാണ്ട് ഈ സാധനം കണ്ടോ? ഇപ്പൊ ഞാൻ നോട്ട് ചെയ്ത സാധനം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ആംഗിൾ, ഒരു കോണളവെന്ന് വിളിക്കാം. രണ്ട് ലൈനിന്റെ ഇടയിലുണ്ടായ ആ ദൂരം ഇല്ലയോ? ആ സ്ഥലം, ഇച്ചിരിയുള്ള സ്ഥലം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു കോൺ, ഒരു ആംഗിൾ എന്ന് വിളിക്കാം. കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നൂടെ പറയാം. ദേ നോക്കിക്കേ. എടാ, ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു. മറ്റൊരു ലൈൻ ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് പോയി. മറ്റൊരു ലൈൻ എന്ത് ചെയ്തു? ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് പോയി. ഇതിനിടയിലുണ്ടായ ഈ ദൂരത്തിനെ ആംഗിൾ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? കോൺ എന്ന് വിളിച്ചു. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സാധനത്തിലേക്ക് ഞാൻ കടക്കാൻ പോകണം. ദേ നോക്കിക്കോണേ. ഇപ്പൊ ഞാനൊരു 3, 4 വെറൈറ്റി ആംഗിൾ വരയ്ക്കും. ഒരു ആംഗിൾ ഇത് വരച്ചു. ഇനി അടുത്ത ഒരു ആംഗിൾ ദേ നോക്കിക്കോണേ. വേണ്ടേ? ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു. ഇങ്ങനെ കുഞ്ഞൊരു ആംഗിൾ വരച്ചു. ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു. കാരണം ഇതിനെല്ലാം ഇടയിൽ എന്തുണ്ട്? ഇതിനെല്ലാം ഇടയിൽ സ്ഥലമുണ്ട്, 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 സ്ഥലമുണ്ട്. ശരിയാണോ? ഇതിനെല്ലാം ഇടയിൽ എന്തുണ്ട്? സ്ഥലമുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരുപോലാണോ? അല്ല. എടാ, ഓരോ ആംഗിളുകളും ഒരുപോലല്ല. അപ്പൊ നോക്കിക്കേ. ഈ ആംഗിളിനിടയിൽ കുറച്ച് സ്ഥലമുണ്ട്. അതിനേക്കാൾ കൂടുതലാണ് ദാണ്ട് ഇവിടെ വന്നത്. ശരിയല്ലേ? അപ്പോൾ ആംഗിളുകളുടെ അളവ് കൂടിയും കുറഞ്ഞും വരാം. അത്രയും മനസ്സിലായോ? എന്താ പറഞ്ഞേ? രണ്ട് വരയുടെ ഇടയിലുണ്ടാകുന്ന സ്ഥലത്തിനെ നമ്മൾ ആംഗിൾ എന്ന് വിളിച്ചു. ആ ആംഗിൾ കൂടിയും വരാം, കുറഞ്ഞും വരാം. ആ കോണളവുകൾ കൂടിയും വരാം, കുറഞ്ഞും വരാം. ഓക്കെ. ഇനി ആദ്യം ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ കൂടിയും കുറഞ്ഞും ആംഗിളുകൾ വരുമ്പോൾ നമുക്ക് ഇവനെ അളക്കണം. മെഷർ ചെയ്യുക എന്ന് പറയും. ശരിയാണോ? എന്ത് ചെയ്യണം? അളക്കണം. ഇങ്ങനെ അളക്കുന്നതിന് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഒരു വലിയൊരു സാധനമുണ്ട്. വലുതല്ല, ചെറിയൊരു സാധനം. എന്താണെന്നറിയാമോ? അതിനെയാണ് പ്രൊട്രാക്ടർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രൊട്രാക്ടർ. ദേ കണ്ടോ? ഇതാണ് പ്രൊട്രാക്ടർ. ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾസിനെ മെഷർ ചെയ്യുന്നത്, അളക്കുന്നത്. ഈ ആംഗിളുകൾ എവിടം മുതൽ എവിടം വരെ? അതാണ് അടുത്ത സെക്ഷൻ. ആംഗിൾ 0 മുതലുണ്ട്. കാണിച്ചു തരാം. ദേ നോക്കിക്കോണേ. വളരെ ചെറിയൊരു സംഭവമാണ്. ഇതാണ്. ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ വരച്ചു. അടുത്ത ഒരു ലൈൻ ഞാൻ ദേ ഇങ്ങനെ വരച്ചു. ഇനി ഒരു വെറൈറ്റി ഉണ്ട്. ഒരു ആംഗിൾ ഇങ്ങനെ വരച്ചു, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ദാണ്ട് ഇത്രയും ചെറുതായിട്ട് എന്ത് ചെയ്യാം? ഓരോ ആംഗിൾ ഉണ്ടാവും. ശരിയല്ലേ? ഇനി ഇതിലേ ചെറുതാകാമല്ലോ. എനിക്ക് ലൈൻ വരച്ചു, ദാണ്ട് ഇങ്ങനെ വരച്ചു. അതായത് എന്താണ്? ഇതിനിടയിലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നത് കണ്ടില്ലേ? ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് എവിടം വരെ വരാം? 0 വരെയും ആകാം. അതായത് 2 ലൈൻ ഇങ്ങനെ മണ്ടയ്ക്ക് മണ്ടയ്ക്ക് കേറിയിരുന്നാൽ അതിനിടയിൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. ആ ആംഗിളിനെ 0 ഡിഗ്രി എന്ന് നമ്മൾ പറയും. ആംഗിളിനെ മെഷർ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഇവിടുന്ന് സ്കൂളിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞേക്കാം 8 കിലോമീറ്റർ ആടാ. ശരിയല്ലയോ? 8 കിലോമീറ്റർ ആണ് ഉള്ളത്. അതുപോലെ രണ്ട് ആംഗിളിന് ഇടയിലുള്ള സ്ഥലത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ വിളിച്ചു കോണളവ്, ഡിഗ്രി എന്നൊക്കെ കോണളവ് എന്നൊക്കെ വിളിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എന്താണ് 8 കിലോമീറ്റർ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 8 കിലോമീറ്റർ. അപ്പൊ ദൂരം അളക്കുന്നതിന് എന്ത് പറയുന്നു? കിലോമീറ്റർ എന്നൊരു സാധനം കൊണ്ട് നമുക്കിവിടെ മനസ്സിലായി.
അങ്ങനെയാണെങ്കിൽ ആംഗിൾ അളക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള സൂത്രമാണ് ഡിഗ്രി. സീറോ നമ്മൾ രണ്ടും കയറി കയറി ഇരിക്കുമ്പോൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതിനെ വിളിക്കുന്നതാണ് സീറോ ഡിഗ്രി. ഡിഗ്രി എങ്ങനെയാണ് അറിയപ്പെടുന്നത് അറിയാവോ? ഇപ്പോൾ 5 ഡിഗ്രിയാണ് ഒരു ആംഗിൾ എന്നിരിക്കട്ടെ, 5 ഡിഗ്രി. 5ന്റെ മേളിൽ ഇങ്ങനെ 0 ഇടുക, 0 ഒരു 0 ഇടും. ഇനി ഒരു 6 ഡിഗ്രി ആണെന്ന് വെച്ചോ, 6 ഡിഗ്രി ആണെങ്കിൽ ദേ നോക്കിക്കോണേ, 6 6 എന്ന് എഴുതുക, മുകളിൽ ഒരു 0. ഇനി 10 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ആണെന്ന് വെച്ചോ, 10 ഡിഗ്രി 10 ഡിഗ്രി ആണെങ്കിൽ 10 എന്ന് എഴുതുക, 10 എന്ന് എഴുതുക, മുകളിൽ ഒരു 0. ശരിയാണോ? 10 ഇച്ചിരി കറുത്തു പോയില്ലയോ? അപ്പൊ എന്താണ് ആംഗിൾ എന്താണെന്ന് പഠിച്ചോ? ഇതാ പഠിച്ചോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2 ലൈൻ അതിനിടയിൽ ഉണ്ടാകുന്ന ദൂരസമം എന്താണ്? സ്ഥലത്തിന് നമ്മൾ ആംഗിൾ എന്ന് വിളിച്ചു. ഓരോ ആംഗിളുകളും മെഷർ ചെയ്യുന്നതിന് എന്താണ്? പ്രൊട്രാക്ടർ യൂസ് ചെയ്യും എന്ന് പഠിച്ചു. ഇനി ഏറ്റവും കുഞ്ഞ് ആംഗിൾ ആണ് 0 ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുമ്പോൾ മേളിൽ 0 എഴുതുക, മേളിൽ ഒരു 0 ഇടുക എന്ന് മനസ്സിലായി. ഇനി അടുത്ത സെറ്റപ്പ് നോക്കിക്കോണേ, അടുത്ത നോക്കിക്കോ. നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തു വെച്ചു. ഒരു ലൈൻ ഞാൻ ദേ ഇങ്ങനെ ഇട്ടിട്ട് നേരെ എൽ ഷേപ്പിൽ ഒരു ലൈൻ ഇട്ടെന്ന് വിചാരിക്കാം, നേരെ മുകളിലേക്ക്. ഒരു ലൈൻ ഇങ്ങനെ നിൽക്കുന്നു, അടുത്ത ഇങ്ങനെ നിൽക്കുന്നു. ശരിയാണോ? അതല്ലേ ഇവിടെ നിൽക്കുന്നേ? അപ്പോൾ ഇതിനിടയിൽ ഒരു ആംഗിൾ ഉണ്ടായി. ശരിയാണോ? ഇതിനിടയിൽ എന്തുണ്ടായി? ഒരു ആംഗിൾ ഉണ്ടായി. ഇത് 90 ഡിഗ്രിയാണ് എന്ന് ഞാൻ പറയുന്നു. എന്താണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി. നമ്മുടെ പ്രൊട്രാക്ടറിൽ 0 മുതൽ ഇങ്ങനെ തുടങ്ങി 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 കാണുന്നുണ്ടോ? തുടങ്ങി 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 എവിടെ എത്തും? 90 ഡിഗ്രി സ്ട്രെയിറ്റ് മുകളിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ നേരെ കുരിശ് പോലെ മുകളിലേക്ക് ഇരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് 90 ഡിഗ്രി. എന്താണ്? 90 ഡിഗ്രി. ഇംഗ്ലീഷിൽ നമ്മൾ പറയും പെർപെൻഡിക്കുലർ എന്നൊരു വാക്ക് ഉപയോഗിക്കും. 2 ലൈൻ തമ്മിൽ 90 ഡിഗ്രിയിൽ വന്നാൽ നമ്മൾ അതിനെ പറയും പെർപെൻഡിക്കുലർ. മലയാളത്തിൽ ലംബം എന്ന് പറയും. എന്ത് പറയുന്നു? ലംബം. അപ്പോൾ ഇതിനിടയിലുണ്ടായ ആംഗിൾ ആണ് 90 ഡിഗ്രി. എത്രയാണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി. ഇങ്ങനെ 2 ലൈനുകൾ തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ 90 ഡിഗ്രിയെ മാത്രം നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരനൊക്കെ ക്ലാസ്സിലുണ്ട്. അവൻ രാവിലെ എന്നും അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, ഒരു വർഷത്തിൽ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൂട്ടുകാരനാ, അവൻ 2-3 ദിവസമൊക്കെ ലേറ്റ് ആയിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരാം, ഇടയ്ക്ക് 5-6 ആഴ്ച വേണ്ടി അവൻ വരത്തുള്ളൂ, ഇടയ്ക്ക് എപ്പോഴൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവനെ വിളിക്കും മാവേലി എന്ന് വിളിക്കും. കാരണം എന്ത്? ഈ മാവേലി എന്ന് പറയുന്ന ആൾ എപ്പോഴാ വരുന്നത്? ഒരു വർഷത്തിൽ ഒരിക്കൽ ഓണത്തിന് മാത്രം വരും. അപ്പൊ നമ്മൾ അവനെ കളിയാക്കി മാവേലി എന്ന് വിളിക്കും. ഇവിടെ നോക്കിയേ, എടാ ഒരു ലൈൻ ഇവിടെ ഉണ്ട്. ശരിയാണോ? ഈ ലൈൻ 90 ഡിഗ്രി, 2 ലൈനുകൾ തമ്മിൽ ഇടയിലുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, 90 ഡിഗ്രി ആണെങ്കിൽ കണ്ടോ? അതുകൊണ്ട് ഇവിടെ ഞാൻ ബാക്കിയെല്ലാം വരച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ റൗണ്ട് അല്ലേ ചെയ്തേ, ഇവിടെ മാത്രം ഒരു സ്ക്വയർ പോലെ ഞാൻ വരച്ചത്. ശരിയല്ലേ? അതാണ് 90 ഡിഗ്രിക്ക് പല പ്രത്യേകതകളും ഉണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ 90 ഡിഗ്രിക്ക് എന്തുണ്ട്? കുറെ പ്രത്യേകതകളുണ്ട്. ആ 90 ഡിഗ്രി നമ്മൾ എന്ത് പേര് വിളിച്ചു? റൈറ്റ് ആംഗിൾ. നോക്കിക്കോ, റൈറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി 2 ആംഗിളിന്റെ പേര് കൂടെ ഞാൻ പറയാം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേ നോക്കൂ, ഒബ്റ്റ്യൂസ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഒബ്റ്റ്യൂസ് ആംഗിളും അക്യൂട്ട് ആംഗിൾ. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കും ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എടാ വേണ്ട നോക്കിക്കേ, ഒരു ആംഗിൾ ഇവൻ 90 ഡിഗ്രിയാണ്. ശരിയാണോ? ഇനി അടുത്ത ഒരു ആംഗിൾ ശ്രദ്ധിച്ചോണേ, ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ദാണ്ട് ഈ ആംഗിൾ കണ്ടോ? ഇവൻ എന്തായാലും 90, ഇങ്ങനെ നിൽക്കുന്ന 90 ഡിഗ്രി. അപ്പൊ ഇതിങ്ങനെ കുറഞ്ഞു 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 വരത്തില്ലേ? ഇവനെ നമ്മൾക്ക് വിളിക്കാം അക്യൂട്ട് ആംഗിൾ. ഇനി അടുത്തത് ദാണ്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടെന്ന് വിചാരിക്കുക, ഇത് ഇങ്ങനെ ഒരു ലൈൻ. ഇനി അവനെ നമ്മളൊരു പേര് വിളിക്കും. ഇതുണ്ടോ, ഇത്രയും വലിയ ആംഗിൾ, ഇവനെ നമ്മൾ വിളിക്കും ഒബ്റ്റ്യൂസ്. 90 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ, 90 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ. ഇത്രയും പഠിച്ചോ? ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ? സിമ്പിൾ കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. ഇതുപോലെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം.